പിഷാരിക്കാവ് ക്ഷേത്രോത്സവം കാണാൻ പാലിയേറ്റീവ് രോഗികളെത്തിയത് ഉത്സവ നഗരിയിലെ വ്യത്യസ്ത കാഴ്ചാനുഭവമായി. ആനക്കുളത്തെ സുരക്ഷാ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികൾക്ക് ഉത്സവം നേരിൽ കാണാനുള്ള അവസരം ഒരുക്കിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം വീടിന്റെ അകത്തളങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ 15ലധികം പാലിയേറ്റീവ് രോഗികളാണ് കൊയിലാണ്ടിക്കാരുടെ ആഘോഷമായ പിഷാരിക്കാവ് ക്ഷേത്രോത്സവം നേരിൽ കാണാനായി ഉത്സവ നഗരിയിൽ എത്തിയത്. കൊട്ടിക്കയറുന്ന ചെണ്ടവാദ്യമേളങ്ങൾക്കിടയിൽ അവർ എല്ലാം മറന്നു നിന്നു. ആനക്കുളത്തെ സുരക്ഷാ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് രോഗികൾക്ക് ഈ അപൂർവ നിമിഷം സമ്മാനിച്ചത്. പാലിയേറ്റീവ് പ്രവർത്തകർ വീടുകളിലെത്തി പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങളിലാണ് ഓരോരുത്തരെയും ക്ഷേത്രത്തിൽ എത്തിച്ചത്. ദേവസ്വം ബോർഡ് ചെയർമാൻ ഇളയിടത്ത് വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ഭാരവാഹികളുടെ സ്നേഹാർദ്രമായ സ്വീകരണവും കാഴ്ചക്കാരുടെ മനസ്സ് നിറച്ചു. വീൽചെയറിലിരുന്ന് ക്ഷേത്രനടയിൽ നിന്ന് ദേവിയെ കണ്ണിറയെ തൊഴാൻ സാധിച്ചതിന്റെ ആത്മസംതൃപ്തിയായിരുന്നു അവരുടെ മുഖങ്ങളിൽ. തിടമ്പേറ്റിയ ഗജവീരന്റെ പുറത്തുള്ള ദേവിയുടെ എഴുന്നള്ളത്തും കാഴ്ചശീവേലിയും കൺകുളിർക്കെ കണ്ട് മനസ്സ് നിറഞ്ഞാണ് അവർ മടങ്ങിയത്. ഇനിയൊരിക്കലും ജീവിതത്തിൽ ഇത്തരം നിമിഷങ്ങളില്ലെന്ന് വിചാരിച്ചവർക്ക് ഉത്സവ ചടങ്ങുകളുടെ ഭാഗമാകാൻ സാധിച്ചത് ഒരു സ്വപ്നം പോലെയാണ് അനുഭവപ്പെട്ടതെന്ന് ഇവർ തന്നെ പറയുന്നു. ശാരീരിക അവശതകൾക്കിടയിലും മനസ്സിന് സന്തോഷം പകർന്നു നൽകിയ ക്ഷേത്ര ഭാരവാഹികളോടും പാലിയേറ്റീവ് പ്രവർത്തകരോടുമുള്ള നന്ദിയും അവർ അറിയിച്ചു. സുരക്ഷാ പാലിയേറ്റീവ് ഭാരവാഹികളായ വി ബാലകൃഷ്ണൻ, എ പി സുതീഷ്, കെ ടി സിജേഷ്, ബിന്ദു സി ടി, ഗിരീഷ് ബാബു, സച്ചിൽ കുമാർ, കൗൺസിലർ വി രമേശൻ മാസ്റ്റർ, മേപ്പയിൽ ബാലകൃഷ്ണൻ മാസ്റ്റർ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ സി ഉണ്ണികൃഷ്ണൻ, ബാലകൃഷ്ണൻ, ബാലൻ നായർ, ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ ഇ എസ് രാജൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.